എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ +2 ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 11ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. മെന്റേലിയൻ ഡിസോർഡേഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ന് അതിൽ വരുന്ന ചില എക്സാമ്പിൾസ് നോക്കാം. കളർ ബ്ലൈൻഡ്നെസ് ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി കളേഴ്സ് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പൊ നമ്മളുടെ കണ്ണിനകത്ത് 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. ഈ 3 പ്രൈമറി കളേഴ്സിനെയും ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന 3 ടൈപ്പ് കോൺ സെൽസ് ആണ് നമ്മളുടെ കണ്ണിനുള്ളത്. നമുക്കറിയാം കോൺ സെൽസ് ആണ് കളർ വിഷനെ സഹായിക്കുന്നത് അല്ലെ. അപ്പൊ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് റെഡ് കോൺ സെൽസിനോ അല്ലെങ്കിൽ ഗ്രീൻ കോൺ സെൽസിനോ ഡിഫക്റ്റ് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കളറ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ആൾക്ക് കാണാൻ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കളർ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റുന്നില്ല? ഈ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റുന്നില്ല. അവരുടെ വിഷൻ ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ ഈ കളേഴ്സ് ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയുമോ? സെക്സ് ക്രോമസോമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് കാരണമായിട്ടുള്ള ജീൻ കാണപ്പെടുന്നത് എന്നാണ്. ഇവിടെ അത് എക്സ് ക്രോമസോമിലാണ് കാണുന്നത്. ഓക്കെ, എക്സ് ക്രോമസോമിലാണ് ഈ ജീൻസ് കാണുന്നത്. ഈ എക്സ് ക്രോമസോമിൽ കാണപ്പെടുന്ന സെർട്ടൻ ജീൻസിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നില്ല അല്ലെ, നമുക്ക് കളറൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ആ ജീനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ആ ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ജീൻസ് എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ് കാണുന്നത്. ഇതൊരു റിസസീവ് ഡിസോർഡർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ റിസസീവ് ആയതുകൊണ്ട് തന്നെ ഫീമെയിൽസിൽ നമുക്കറിയാം 2 എക്സ് ക്രോമസോം ഉണ്ട് അല്ലെ. 2 എക്സ് ക്രോമസോം ആണ് ഫീമെയിൽസിൽ കാണുന്നത്. മെയിൽസിലാണെങ്കിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ആണ് കാണുന്നത്. അപ്പൊ ഫീമെയിൽസിൽ ഇപ്പൊ സപ്പോസ് ഒരു എക്സ് ക്രോമസോമില് ഇത്തരത്തിൽ ഡിഫക്റ്റ് ഉള്ള ജീൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ കാണിച്ചിരിക്കുന്നത്, ഈ റെഡ് കളറിൽ കാണിക്കുന്നത് ഡിഫക്റ്റ് ഉള്ള ജീൻ കാണപ്പെടുന്ന എക്സ് ക്രോമസോം ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നോക്കൂ, ഒന്നില് എന്തുണ്ട്? ആ ഡിഫക്റ്റ് ഉള്ള ജീൻ ഉണ്ട്, എന്നാൽ ഒന്നില് നോർമൽ ആയിട്ടുള്ള ജീനാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ ഒന്നിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട് തന്നെ റിസസീവ് അല്ലേ, അതുകൊണ്ട് ഈ ഡിസോർഡർ ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല? എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഫീമെയിൽ ഉള്ളത് എങ്കിൽ, ഒരു എക്സ് ക്രോമസോമില് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ജീൻ ഉണ്ട്, എന്നാൽ ഒന്നിലില്ല എങ്കിൽ അവർ കളർ ബ്ലൈൻഡ് അല്ല. പക്ഷെ അവർക്കത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്. കാരണം അവരിൽ ഒരു എക്സ് ക്രോമസോമിൽ ഇതുണ്ടല്ലോ. സോ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവരൊരു കാരിയർ ആണ്, പക്ഷെ അവർക്ക് എന്തില്ല? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖമില്ല. ഇനി സപ്പോസ് അവരിൽ കാണപ്പെടുന്ന 2 എക്സ് ക്രോമസോമിലും ഡിഫക്റ്റീവ് ജീൻസ് കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ജീൻസ് കാണപ്പെടുന്നുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവർ കളർ ബ്ലൈൻഡ് ആയിരിക്കും അല്ലെ, അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാവും. ഇനി മെയിൽസിന്റെ കേസിൽ നമുക്കറിയാം ഒരു എക്സ് ക്രോമസോമേ കാണുന്നുള്ളൂ അല്ലെ. അവരില് ഒരു എക്സ് ക്രോമസോമേ കാണുന്നുണ്ടാവുള്ളൂ. ആ ഒരു എക്സ് ക്രോമസോം മാത്രം കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിംഗിൾ എക്സ് ക്രോമസോമിൽ ഇത്തരത്തിൽ ഡിഫക്റ്റീവ് ജീന് കാണപ്പെടുന്നുണ്ടെങ്കിൽ, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ജീന് കാണപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഈ എക്സിന്റെ കൂടെ നിൽക്കുന്നത് വൈ ആണ്. അപ്പൊ ഈ എക്സിൽ കാണപ്പെടുന്ന ജീൻസ് അല്ല ഇവിടെ കാണുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ജീനിനെ പെയർ ചെയ്ത് നിൽക്കുന്ന, മാച്ച് ആയിട്ട് നിൽക്കുന്ന ജീൻ എവിടെ ഇല്ല? ഈ വൈ ക്രോമസോമിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ജീൻ വന്നാൽ തന്നെ, അത് റിസസീവ് ആണെങ്കിൽ കൂടെ ഈ എക്സിൽ വന്നാൽ തന്നെ അത് എന്ത് ചെയ്യപ്പെടുന്നു? എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. കാരണം അതിന് മാച്ചിങ് ആയിട്ട് അതിന് കൂടെ നിൽക്കാനുള്ള ഡൊമിനന്റ് ജീൻ അവിടെ ഇല്ല. ഈ റിസസീവ് ഒറ്റയ്ക്കാണുള്ളത്, അതുകൊണ്ട് അത് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഡൊമിനന്റ് ആയിട്ടുള്ള ഒന്ന് കൂടെ വരുമ്പോഴാണ് ഈ റിസസീവിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാതെ ഡൊമിനന്റിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ അത്തരത്തിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ജീൻ ഇല്ല. സോ ഈ ഒരു എക്സിൽ കാണപ്പെടുന്ന ആ ഒരു ജീനിന്റെ എക്സ്പ്രഷൻ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മെയിൽസിൽ ഈ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ്
കൂടുതലാണ്. ഏകദേശം 80% മെയിൽസിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുമ്പോൾ 0.4% ഫീമെയിൽസിലാണ് എന്ത് കാണപ്പെടുന്നത്, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖം കാണപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് എക്സ് ക്രോമസോമിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ജീൻസ് കാണപ്പെടുന്നത്. അപ്പൊ രണ്ട് എക്സ് ക്രോമസോമിലും ആ ഡിഫക്റ്റീവ് ജീൻസ് വന്നാലേ ഒരു ഫീമെയിൽ എന്താവുന്നുള്ളൂ, കളർ ബ്ലൈൻഡ് ആവുന്നുള്ളൂ. എന്നാൽ ഉള്ള ആ ഒരു എക്സ് ക്രോമസോമിൽ തന്നെ കളർ ബ്ലൈൻഡ്നെസ്സിനുള്ള ജീൻ വരികയാണെങ്കിൽ മെയിൽ എന്താവുന്നു, കളർ ബ്ലൈൻഡ് ആവുന്നു. ഓക്കെ, ഇപ്പോ ഒരു വുമൺ കാരിയർ ആണെന്ന് വിചാരിക്കുക. കാരിയർ എന്ന് പറയുമ്പോൾ അവരിലെ ഒരു എക്സ് ക്രോമസോമില് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉണ്ട്, ഒരു എക്സ് ക്രോമസോം നോർമൽ ആണ്. ഓക്കെ, ഇതിൽ എന്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമായിട്ടുള്ള ജീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. സി എന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാരിയറിൽ നിന്നും ഒരു സൺ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. സൺ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഫീമെയിലിൽ നിന്ന് ഒരു എക്സ് ക്രോമസോമും മെയിലിൽ നിന്ന് ഒരു വൈ ക്രോമസോമും ആണ് വരുന്നത്. ഓക്കെ, ഈ വൈ ക്രോമസോം മെയിലിൽ നിന്ന് വരുന്നു, എക്സ് ക്രോമസോം എവിടെ നിന്ന് വരുന്നു, ഫീമെയിലിൽ നിന്ന് വരുന്നു. ഈ ഫീമെയിലിൽ ഇപ്പൊ രണ്ട് തരത്തിലുള്ള എക്സ് ക്രോമസോം ഉണ്ട്. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് കാണപ്പെടുന്ന എക്സ് ക്രോമസോമും ഉണ്ട്, നോർമൽ ആയിട്ടുള്ള ജീൻസ് കാണുന്ന എക്സ് ക്രോമസോമും ഉണ്ട്. അപ്പൊ ഈ എക്സ് ആണ് വരുന്നത് എങ്കിൽ, ഈ എക്സ് ക്രോമസോമുള്ള ഗാമേറ്റ് ആണ് വരുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുന്നില്ല. കാരണം എക്സ് വൈ അല്ലെ, ഈ എക്സില് നോർമൽ ആയിട്ടുള്ള ജീൻസ് ആണ് കാണപ്പെടുന്നത്. സോ ആ കുട്ടിക്ക് അസുഖം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ നിന്നും വരുന്നത് ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനുള്ള എക്സ് ക്രോമസോം ആണെന്ന് വിചാരിക്കുക. കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ജീനുള്ള എക്സ് ക്രോമസോം ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്, എക്സ് വൈ എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നു. ആ എക്സ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ഉള്ള ജീൻ ഉള്ളതാണ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ കാണപ്പെടുന്ന എക്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ മെയിൽ എന്തായിട്ട് മാറുന്നു, കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ നോക്കൂ, ഒരു കാരിയർ വുമണിൽ നിന്നും ഉണ്ടാവുന്ന സണ്ണിന് 50% കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഒരു സണ്ണിലേക്ക് ഈ എക്സ് ക്രോമസോം വരാനും ഈ എക്സ് ക്രോമസോം വരാനും ഈക്വൽ ചാൻസസ് ആണുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് വരുന്നത് എങ്കിൽ കളർ ബ്ലൈൻഡ് ആവുന്നില്ല, പക്ഷെ ഇതാണ് വരുന്നതെങ്കിലോ കളർ ബ്ലൈൻഡ് ആവുന്നു. സോ അവിടെ ഒരു 50% ചാൻസ് ആണ് ആ സൺ കളർ ബ്ലൈൻഡ് ആവാനുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ആ അമ്മയ്ക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല. കാരണം ഒരു എക്സ് ക്രോമസോമിലല്ലേ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് കാണുന്നുള്ളൂ, ഡോമിനന്റ് ആയിട്ടുള്ള നോർമൽ ജീൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആ അമ്മ എന്തല്ല, കളർ ബ്ലൈൻഡ് അല്ല. പക്ഷെ അവർക്ക് അവരുടെ സണ്ണിലേക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഡിസീസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പോ ആ ഒരു മദർ അവിടെ കാരിയർ ആയത്, അവിടെ കളർ ബ്ലൈൻഡ്നെസ് എക്സ്പ്രസ് ചെയ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഒരു നോർമൽ എക്സ് ക്രോമസോം ഉള്ളതാണ് കൊണ്ടാണ്. നോർമൽ എക്സ് ക്രോമസോമിൽ എന്ത് കാണുന്നുണ്ട്, ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു നോർമൽ ജീൻ കാണുന്നുണ്ട്. ഇവിടെ റിസസീവ് ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ജീനുമാണ് കാണുന്നത്. സോ അവിടെ ഡൊമിനന്റ് ആയിട്ടുള്ള ജീൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ഡൊമിനന്റ് ആയി നിൽക്കുന്നു. സോ അവിടെ എന്തുണ്ടാവുന്നില്ല, ആ ഒരു മദറിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി ഒരു പെൺകുട്ടി കളർ ബ്ലൈൻഡ് ആവാനുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അമ്മ കാരിയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു എക്സ് ക്രോമസോമില് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ട്, ഒന്ന് നോർമൽ ആണ്. ഫാദർ കളർ ബ്ലൈൻഡ് ആണെന്ന് വിചാരിക്കുക. ഫാദർ കളർ ബ്ലൈൻഡ് ആവുമ്പോൾ ആ ഫാദറിലെ എക്സ് ക്രോമസോമില് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ട്, വൈയില് പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ലോ. സോ വൈ എന്ന് പറയുന്നത് നോർമൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോർമൽ ആയിട്ടുള്ള എക്സ് ക്രോമസോം വരുന്ന ഗാമേറ്റുകളും ഉണ്ടാവാം, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് ഉള്ള എക്സ് ക്രോമസോം വരുന്ന ഗാമേറ്റുകളും ഉണ്ടാവാം. ഇനി നമ്മൾ ഒരു പെൺകുഞ്ഞുണ്ടാവുന്ന കാര്യം, ഡോട്ടർ ഉണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. സോ എക്സ് ആണ് ഫാദറിൽ നിന്ന് വരിക. ആ എക്സിൽ എന്താണ്,
ഡിഫക്റ്റീവ് ജീൻസ് കാണുന്നുണ്ട്. ഇനി ഇവിടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ നോർമൽ ആയിട്ടുള്ള എക്സ് ക്രോമസോം ഉള്ള ഗാമേറ്റും ഫാദറിൽ നിന്നും വരുന്ന അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം ഉള്ള ഗാമേറ്റും തമ്മിൽ കൂടിച്ചേരാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു നോർമൽ എക്സ് ക്രോമസോമും വരുന്നു, പിന്നെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ജീനുള്ള എക്സ് ക്രോമസോമും വരുന്നു. അപ്പൊ ആ പെൺകുഞ്ഞ് എന്തായിട്ട് മാറുന്നു? ഒരു കാരിയർ ആയിട്ട് മാറുന്നു അല്ലെ? കാരിയർ ആയിട്ട് മാറുന്നു. ഇനി ഈ മദറിൽ നിന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ് ക്രോമസോം ആണ് വരുന്നത് വിചാരിക്കുക. ഫാദറിൽ നിന്ന് എന്തായാലും അതാണല്ലോ വരുന്നത്, കാരണം അവിടെ അങ്ങനെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കുഞ്ഞിലെ 2 എക്സ് ക്രോമസോമിൽ എന്തുണ്ടാവുന്നു? ഡിഫക്റ്റീവ് ജീൻസ് ഉണ്ടാവുന്നു. സോ ആ കുട്ടി എന്തായിട്ട് മാറുന്നു? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുന്നു. കളർ ബ്ലൈൻഡ് എന്നുള്ളതിന് ഞാൻ CB എന്ന് കൊടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ C ഉദ്ദേശിക്കുന്നത് കാരിയർ എന്നാണ് കേട്ടോ. ഇത് കാരിയർ അല്ലേ, ഒരു എക്സ് ക്രോമസോമിൽ മാത്രമല്ലേ ഡിഫക്റ്റീവ് ജീൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോ ഒരു പെൺകുട്ടി കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ അവരുടെ ഫാദർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കളർ ബ്ലൈൻഡ് ആയിരിക്കണം. മദർ അറ്റ്ലീസ്റ്റ് ഒരു കാരിയർ എങ്കിലും ആയിരിക്കണം. കാരിയർ ആവുമ്പോഴാണ് ഒരു എക്സ് ക്രോമസോം അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. ഇനി ഈ ഒരു മദർ എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ് ആണെന്ന് വിചാരിക്കുക. അച്ഛനും കളർ ബ്ലൈൻഡ്, അമ്മയും കളർ ബ്ലൈൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അമ്മ കളർ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ 2 എക്സ് ക്രോമസോമിൽ എന്തായിരിക്കും? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ പോസിബിലിറ്റി എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം അവിടെ നിന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഫാദറിൽ നിന്നും വരുന്നു. അപ്പൊ ഉണ്ടാവുന്ന പെൺകുഞ്ഞ് എന്തായാലും എന്തായിരിക്കും? കളർ ബ്ലൈൻഡ് ആയിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് അമ്മ കാരിയറും അച്ഛൻ കളർ ബ്ലൈൻഡും ആവണം. അല്ലെങ്കിൽ അമ്മയ്ക്കും കളർ ബ്ലൈൻഡ്നെസ് വേണം, അച്ഛനും കളർ ബ്ലൈൻഡ്നെസ് വേണം. ഇപ്പൊ അച്ഛൻ നോർമൽ ആണെന്ന് വിചാരിക്കുക, അതായത് അദ്ദേഹത്തിന് കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള അസുഖം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ആവുമ്പോ അവിടെ ഉണ്ടാവുന്ന കുട്ടി കാരിയർ ആവാനുള്ള ചാൻസേ ഉണ്ടാവുള്ളൂ അല്ലെ? അമ്മ കളർ ബ്ലൈൻഡ് ആണെങ്കിൽ കൂടെ ഉണ്ടാവുന്ന കുട്ടി എന്താവാനേ സാധ്യതയുള്ളൂ? കളർ ബ്ലൈൻഡ് ആവില്ല, കാരിയർ ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഒരു എക്സ് അച്ഛനിൽ നിന്ന് വരുന്നതാണല്ലോ. ആ എക്സ് എന്തായാലും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും, കാരണം അച്ഛൻ കളർ ബ്ലൈൻഡ് അല്ല എങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ കാരിയർ ആവാനുള്ള ചാൻസേ ഉള്ളൂ, അല്ലാതെ കളർ ബ്ലൈൻഡ് ആവണമെന്ന് ഇല്ല. അപ്പൊ എല്ലാ പോസിബിലിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു ജനറ്റിക് ഡിസോർഡർ നോക്കാം. ഹീമോഫീലിയ, മെന്റേലിയൻ ഡിസോർഡറിൽ വരുന്നത് തന്നെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. എക്സ് ക്രോമസോമിൽ ഉണ്ടാകുന്ന സെർട്ടൻ ജീൻസിലെ ഡിഫക്റ്റ് കാരണം തന്നെയാണ് ഹീമോഫീലിയ എന്നൊരു രോഗവും ഉണ്ടാവുന്നത്. ഹീമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? ക്ലോട്ട് ചെയ്യും അല്ലെ? ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും. സോ പിന്നീട് രക്തം പുറത്തേക്ക് ഒഴുകില്ല, അതങ്ങനെ നിൽക്കും. രക്തത്തിന്റെ ആ ഒരു ഒഴുക്ക് നിൽക്കും. പക്ഷെ ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഡെത്ത് വരെ സംഭവിക്കാം അല്ലെ? അപ്പോ ഇവിടെ ഹീമോഫീലിയ പേഷ്യൻസിൽ ഇതാണ് സംഭവിക്കുന്നത്. അതായത് അവരിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നില്ല. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീനിന് ഡിഫക്റ്റ് സംഭവിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോഴാണ്, ഒരു സിംഗിൾ പ്രോട്ടീനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഹീമോഫീലിയ എന്നുള്ളൊരു അസുഖം ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് പ്രോട്ടീനുകളിലെ ഒന്നിന് ഡിഫക്റ്റ് സംഭവിക്കുന്നു. ആ ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നതിൽ ഡിഫക്റ്റ് സംഭവിക്കുന്നു. എന്ത് കാരണമാണ്? ആ പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൽ പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട്. ഓക്കെ, ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ നേരെ നടക്കുന്നില്ല. ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നില്ല. ആ ഒരു സിംഗിൾ പ്രോട്ടീൻ ഇല്ലാതെ ആയാൽ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നില്ല. സോ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും ബ്ലഡ് ഇങ്ങനെ ഒരുപാട് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇതിലെ കൂടുതൽ സ്റ്റഡീസ് ഒക്കെ നടന്നിരിക്കുന്നത് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിൽ നിന്നും സണ്ണിലേക്ക്, മെയിൽ പ്രോജനിയിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോ
നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസീസിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മുറിവുണ്ടായാൽ പോലും നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഫീമെയിലിൽ നിന്നും മെയിൽ പ്രോജനിയിലേക്ക്, കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിൽ നിന്നും മെയിൽ പ്രോജനിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എക്സ് ക്രോമസോമിലാണ് ഈ ഒരു ഡിസീസിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീൻസ് കാണപ്പെടുന്നെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ എക്സ് ക്രോമസോമും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് കാണപ്പെടുന്ന എക്സ് ക്രോമസോമും ഒരു ഫീമെയിലിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവരിൽ ആ ഒരു രോഗം എക്സ്പ്രസ് ചെയ്യില്ല, കാരണം ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? നോർമൽ ജീൻ ആണ്. എന്നാൽ ഡിഫക്റ്റീവ് ജീൻ എന്ന് പറയുന്നത് റിസസീവ് ആണ്. സോ ഇവിടെ ഇവർക്ക് അസുഖമില്ല, പക്ഷെ ഇവരെന്താണ്? ഒരു കാരിയർ ആണ്. ഇവരിൽ അസുഖം വരണം എന്നുണ്ടെങ്കിൽ രണ്ട് എക്സ് ക്രോമസോമിലും എന്തുണ്ടാവണം? ആ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഉണ്ട്, പിന്നെ മെയിലില് നോർമൽ ആയിട്ടുള്ള എക്സ് ക്രോമസോമും കാണുന്നു, പിന്നെ വൈ ക്രോമസോം കാണുന്നു. ഈ വൈ ക്രോമസോം എന്ന് പറയുന്നതിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് കാരണമായിട്ടുള്ള ജീൻസ് കാണപ്പെടുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഫീമെയിൽസിൽ നിന്നും ഉണ്ടാവുന്ന ഗാമേറ്റുകളിൽ എയ്തർ നോർമൽ ആയിട്ടുള്ള ജീൻസ് കാണപ്പെടുന്ന എക്സ് ക്രോമസോംസ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് കാണപ്പെടുന്ന എക്സ് ക്രോമസോംസ് ഉള്ള ഗാമേറ്റ്സ് വരാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ സൺ ഉണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ സണ്ണിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഈ മെയിലിൽ നിന്നും വൈ ക്രോമസോം ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഈ വരുന്ന വൈ ക്രോമസോം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് കാണപ്പെടുന്ന എക്സ് ക്രോമസോമിലെ ആ എക്സ് ക്രോമസോമുള്ള ഗാമേറ്റും ആയിട്ടാണ് കൂടിച്ചേരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ് ഉണ്ടാവുന്നത്. അതായത് വൈയിൽ ഡിഫക്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ഡിഫക്റ്റ് ഇല്ലാത്തതിനെ സൂചിപ്പിക്കാൻ വേറെ ഏതെങ്കിലും കളറും ഡിഫക്റ്റ് ഉള്ളതിനെ സൂചിപ്പിക്കാൻ റെഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ് അല്ലെ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ആവുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ജീൻ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസസീവ് ഉണ്ടെങ്കിൽ തന്നെ, ഒരു റിസസീവ് മാത്രം മതി, എന്നാൽ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ഒരു രോഗം ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന മെയിൽ പ്രോജനീസില് അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഹീമോഫിലിക് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, ഹീമോഫിലിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ വരുന്ന വൈ ഈ നോർമൽ ആയിട്ടുള്ള എക്സ് ക്രോമസോമുള്ള ഗാമേറ്റും ആയിട്ടാണ് കൂടിച്ചേരുന്നത് എങ്കിൽ അവിടെ അസുഖം ഉണ്ടാവുന്നില്ല. പക്ഷെ കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിൽ നിന്നും ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു മെയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 50% ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മെയിൽ പ്രോജനിയില് രോഗം ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫീമെയിലില് ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ഫീമെയിലിന് അസുഖം ഉണ്ടാവണം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവരുടെ മദർ എന്തായിരിക്കണം? ഒരു കാരിയർ എങ്കിലും ആയിരിക്കണം. ഓക്കെ, മദർ ഒരു കാരിയർ ആയിരിക്കണം, ഫാദർ ഒരു ഹീമോഫിലിക്കും ആയിരിക്കണം. ഓക്കെ, ഫാദറുള്ള എക്സ് ക്രോമസോമിന് എന്ത് കാണണം? ഈ ഒരു പെർട്ടിക്കുലർ രോഗത്തിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് കാണണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് മദർ ഒരു കാരിയറും ഫാദർ ഒരു ഹീമോഫിലിക് പേഷ്യന്റും ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ രണ്ട് എക്സ് ക്രോമസോമുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലെ ആ ഒരു ഫീമെയിൽ ഉണ്ടാവുന്നത് എങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഹീമോഫീലിയ എന്നുള്ള ഒരു അസുഖം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഈ ഒരു മെയിലില് നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു മെയിൽ കുഞ്ഞുണ്ടാവുന്ന ആ ഒരു പ്രായം വരെ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല, ഉറപ്പില്ല. കാരണം ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നിൽക്കില്ല. ഇപ്പൊ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അറിയ പോലും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുന്നതിന് മുമ്പ് തന്നെ, സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മേ ബി മരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവണമെന്ന്, അതായത് റെയർ ആയിട്ട് മാത്രമാണ് ഇങ്ങനെ ഫീമെയിൽസ് ഹീമോഫിലിക് ആയിട്ട് മാറുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണെങ്കിലും അവർ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാലം വരെ ജീവിച്ചിരിക്കണമെന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ ചികിത്സിക്കാനായിട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇൻജെക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട്. അതായത് ഏത് ഫാക്ടർ ആണോ ഇല്ലാത്തത്, ഏത് പ്രോട്ടീൻ ആണോ ഇല്ലാത്തത്, അപ്പൊ അത് ഇൻജെക്ട് ചെയ്യുന്നു. അപ്പൊ അവരിൽ എന്ത് നടക്കും? ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കും. പക്ഷെ ഇപ്പൊ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുക, അത് അറിയണമെന്നില്ല അല്ലെ. പുറത്ത് എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ ഉണ്ടായിട്ട് ബ്ലഡ് പോവുകയാണെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്
ചികിത്സ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇന്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, ബ്രെയിനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും അറിയണമെന്നില്ല. അപ്പൊ അത് അവരിൽ ഡെത്ത് സംഭവിക്കാൻ കാരണമാവാം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു സമയം വരെ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫീമെയിൽ ചൈൽഡ് ഹീമോഫിലിക് ആവാനുള്ള സാധ്യത വളരെ റയർ ആണ്. പക്ഷെ ഒരു കാരിയർ ആയിട്ടുള്ള മദറും നോർമൽ ആയിട്ടുള്ള ഫാദറും ആണെങ്കിൽ ആ കാരിയർ ആയിട്ടുള്ള മദറിൽ നിന്നും മെയിൽ പ്രോജനിയിലേക്ക് അസുഖം പോവാൻ സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ്. ഇവിടെ നോർമൽ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു എക്സ് ക്രോമസോം എന്ന് പറയുന്നത് നോർമൽ ആണെങ്കിൽ, ഈ ഒരു എക്സ് ക്രോമസോം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫാദറിന് രോഗമൊന്നുമില്ല പക്ഷെ അമ്മ കാരിയർ ആണ്. അപ്പൊ അമ്മയിൽ നിന്നുള്ള ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോമും അച്ഛനിൽ നിന്നുള്ള നോർമൽ ആയിട്ടുള്ള വൈ ക്രോമസോമും വരുന്നു. പക്ഷെ അമ്മയിൽ നിന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൽ ഹീമോഫിലിക് ആവാനുള്ള ചാൻസ് ഉണ്ട്, 50% ചാൻസ് ഉണ്ട്. ഇതാണ് വരുന്നത് എങ്കിൽ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു എക്സ് ക്രോമസോം ആണ് വരുന്നത് എങ്കിൽ രോഗം ഉണ്ടാവുന്നു. സോ മെയിലിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലും, ഫീമെയിൽസിന് ഈ ഒരു അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് കുറവുമാണ്. ക്യൂൻ വിക്ടോറിയ അല്ലേ, ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്നത് ഒരു കാരിയർ ആയിരുന്നു, ഹീമോഫിലിക് ഡിസീസ് ക്യാരി ചെയ്യുന്ന ഒരു വുമൺ ആയിരുന്നു. അവരുടെ പെഡിഗ്രി, അവരുടെ ഫാമിലിയുടെ പെഡിഗ്രി അനാലിസിസ് നോക്കുന്ന സമയത്ത് ഒരുപാട് ഡിസെൻഡൻസിന് ഇത്തരത്തിൽ ഹീമോഫീലിയ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ കാരിയർ ആണല്ലോ, അത് ഇവരിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോയി, അങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പോയി കുറെ ഡിസെൻഡൻസിൽ എന്തുണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി നോക്കാനുണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒരു പെർട്ടിക്കുലർ ഡിസീസ് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വലിയ വീഡിയോസ് ആയി പോകുന്നത് കൊണ്ടാണ് ഒന്നോ രണ്ടോ ഡിസീസസ് മാത്രം ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസീസുകൾ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഡൗട്ട്സ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്